ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാമോദീസ മുങ്ങിയ എല്ലാവരും മിഷണറിമാരാണ്. ഞാനും നിങ്ങളും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ ശേഷം കർത്താവിൻ്റെ ശിഷ്യന്മാർ ലോകമെമ്പാടും ഇറങ്ങി തിരിച്ചു. നമ്മുടെ ഭാരത മണ്ണിലേക്ക് തോമാസ് ലീഹ വന്നു. എവിടേക്കാണ് പോകുന്നത്, ഏത് ഭാഷയാണ് സംസാരിക്കുക, എന്ത് കഴിക്കും, അല്ലെങ്കിൽ ആരുടെ കൂടെ താമസിക്കുക, ഇതൊന്നും വേവലാതിപ്പെടാതെ ക്രിസ്തു അനുഭവം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി, താൻ അനുഭവിച്ച ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി തോമാസ് ലീഹ ഇറങ്ങി തിരിച്ചതാണ്. ആ തോമാസ് ലീഹയിൽ നിന്ന് കിട്ടിയ വിശ്വാസം അത് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് മിഷണറിമാർ ലോകമെമ്പാടും പോയിട്ടുണ്ട്. ഞാനും ഒരു മിഷണറി വൈദികനായി കെനിയയിലെത്തുന്നത് 2000 ആണ്ടിലാണ്. നൂറ്റാണ്ടുകൾ നീണ്ട കോളനി വാഴ്ചകളുണ്ടായിരുന്ന നാടാണത്. കോളനി വാഴ്ചയ്ക്ക് അവസാനം സ്വേച്ഛാധിപത്യ ഭരണം വരുന്നു. അഴിമതിയിലേക്കും പിന്നെ ഏകാധിപത്യത്തിലേക്കും നീണ്ടുപോയ ഭരണ സംവിധാനം. അതിൻ്റെ ഫലം ആർഭാട സമ്പന്നമായ നഗരങ്ങളും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ ഗ്രാമങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ റോഡുമില്ല, വെള്ളവുമില്ല, ഭക്ഷണവുമില്ല, കിണറുകളില്ലാത്ത നാടാട്ടോ കെനിയ. ഞാൻ 2000 കെനിയയിൽ ചെല്ലുമ്പോൾ 9 മാസമായി അവിടെ മഴ പെയ്തിട്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നല്ലേ? ജലസേചന സൗകര്യം ഇല്ലാത്തൊരു നാട്, മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന മനുഷ്യർ, കൊടിയ ദാരിദ്ര്യമാണ് എല്ലായിടത്തും. നീണ്ട ക്യൂകൾ ഈ ദുരിതാശ്വാസ ഭക്ഷണത്തിന് വേണ്ടി. നമ്മുടെ പള്ളിയിൽ ദുരിതാശ്വാസ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇന്ന് ഏകദേശം 25ഓളം CMI വൈദികർ കെനിയയിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഓരോ ഇടവകകളിലാണ് ജോലി ചെയ്യുന്നത്. ഓരോ ഇടവക പള്ളിക്കും ഏകദേശം 15ഓ 20ഓ നടത്തുപള്ളികളുണ്ട്. മിക്കവാറും മാസത്തിലൊരിക്കലെങ്കിലും ഒരു കുർബാനയെങ്കിലും എല്ലാ പള്ളികളിലും എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ദിവസവും 3ഓ 4ഓ കുർബാനയൊക്കെ വെച്ച് ഞായറാഴ്ചകളിൽ നമ്മൾ ചെല്ലും. ഈ മാസത്തിലൊരിക്കൽ കിട്ടുന്ന കുർബാന അവർക്കതൊരു വലിയൊരു ആഘോഷമാണ്, വലിയൊരു ദൈവാനുഭവമാണ്. 10-15 കിലോമീറ്റർ നടന്നിട്ട് വേണം അവർക്ക് ആ പള്ളിയിലേക്ക് വരാൻ. ആ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ജീവിതമായി, വേറൊരു ലോകമായി. ചിലപ്പോഴൊക്കെ നമ്മൾ എത്തപ്പെടുന്നത് ഓരോ ഗ്രാമങ്ങളിൽ ഓരോ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ വെച്ച് കുർബാന എത്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, ക്ഷമ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയാണ് ഓരോ മിഷണറിമാരുടെയും കടമ. ഈശോ എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ ജീവിച്ചു പോകുന്ന മിഷണറിമാരുണ്ട്. നമ്മുടെ മിഷണറിമാരുടെ മാതൃക കണ്ട് അവിടെ നിന്നുള്ള ജനങ്ങളിൽ നിന്ന് ഒരുപാട് യുവാക്കൾ വൈദികരാകാൻ വരുന്നുണ്ട്. ആദ്യമായി പട്ടം കിട്ടിയ 3 CMI വൈദികർ, കെനിയയിൽ നിന്നുള്ള വൈദികർ നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെയുള്ളവരാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് ദൈവവിളികൾ നമ്മുടെ മിഷൻ പ്രദേശങ്ങളിൽ നിന്നുണ്ടാകുവാൻ വേണ്ടി, ആഫ്രിക്കയുടെ മണ്ണിൽ നിന്നുണ്ടാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളാകാവുന്ന സഹായങ്ങൾ മിഷണറിമാർക്കും മിഷൻ പ്രദേശത്തിനും വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. മിഷണറിമാർക്ക് വേണ്ടി ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.